മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെ സഭയുടെ ഉന്നതാധികാര സമിതികൾ എടുത്ത തീരുമാനമാണ് സർക്കുലറിൽ അറിയിച്ചത്. അല്ലാതെ ജൂൺ 14 സിനഡ് സർക്കുലറുമായി യാതൊരു ബന്ധവുമില്ല. മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായോ അവ റദ്ദ് ചെയ്തോ സ്വയം അധികാര സഭയാണെങ്കിലും സീറോ മലബാർ സമ്പൂർണ്ണ സിനഡിന് മറ്റൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കില്ല. ജൂൺ 14 കേവലം 2 മണിക്കൂർ മാത്രം സിനഡ് കൂടുന്നത് ജൂലൈ 4 മുതൽ പ്ലാൻ എ നടപ്പിലാക്കാത്തവർ ശീശ്മയിലൂടെ സഭയ്ക്ക് പുറത്താകുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ വത്തിക്കാൻ പറഞ്ഞ നടപടികൾ പൂർണ്ണ സിനഡിനെ ഔദ്യോഗികമായി അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വയം പുറത്താകുന്ന വിമത വൈദികർക്കെതിരെയുള്ള കൂദാശ വിലക്കുകൾ വിശ്വാസികൾ ഈ ഇടവകകളിൽ മാമോദീസ, വിവാഹം, വിശുദ്ധ കുർബാന, കുംഭസാരം, രോഗീലേപനം, മരണം എന്നീ കർമ്മങ്ങൾക്കായി എന്ത് ചെയ്യണമെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പ്ലാൻ ബി തീരുമാനിക്കുന്നതിനാണ്. സിനഡിന്റെ കുർബാനയെ സംബന്ധിച്ച് യാതൊരു പുതിയ തീരുമാനവും കൈക്കൊള്ളാനില്ല. നടപടി കൈക്കൊള്ളേണ്ടത് സിനഡാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. ചെയ്യേണ്ടത് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പേപ്പറാക്കി ഒപ്പിട്ട് ഡോക്യുമെന്റ് ആക്കുന്ന ചുമതലയാണ് മേജർ ആർച്ച് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റർക്കും ഉള്ളത്. അത് വത്തിക്കാനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പണി നടക്കില്ല എന്നാണ് പരിശുദ്ധ പിതാവ് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ പുറത്തേക്ക് പോകാമെന്നും മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും ബോധ്യപ്പെടുത്തി സർക്കുലർ സഹിതം എഴുതിച്ചാണ് റോമിൽ നിന്ന് വിട്ടത്. സർക്കുലറിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നതാധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇതിൽ പറയുന്ന ഉന്നത അധികാരികൾ എന്ന് പറയുന്നത് സിനഡിനെ അല്ല, മറിച്ച് വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമിതിയെയാണ്.